മാറ്റത്തെ കിളിക്കൊള്ളി ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുധീഷാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഗായത്രിയുടെ 2 കൂട്ടുകാരാണെങ്കിൽ സുധീഷിനെ തിരക്കി വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേ അതെ നിങ്ങളെന്താ ഗായത്രി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലൊക്കെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നിങ്ങളെന്താ ഒഴിവാക്കാൻ നോക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുധീഷ് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, ഞാനാണെങ്കിൽ ഗായത്രി ഒരു ഫ്രണ്ടായിട്ടാണ് കണ്ടത്, പക്ഷേ അവളാണ് എന്നെ സ്നേഹിക്കുന്ന കണക്ക് തെറ്റിദ്ധരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ഈ വീടൊക്കെ എങ്ങനെ മനസ്സിലായി, ആര് പറഞ്ഞെന്ന് ചോദിക്കുമ്പം അല്ല ആവശ്യം ഞങ്ങളെ അല്ലേ, അപ്പം ഞങ്ങളിങ്ങനെ ഇവിടെ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നേ, ഈ വണ്ടി ഓടിക്കുന്ന ഈ സുധീഷിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടാണ് ഞങ്ങളിവിടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഹരീഷ് ആണെങ്കിൽ അത് ചോദിക്കുന്നുണ്ട് ആരാ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ഇത് ഗായത്രിയുടെ ഫ്രണ്ട്സാണെന്ന് പറയുന്നുണ്ട്, അപ്പോൾ അവരെന്നെ തിരക്കി ഇവിടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് ശരി എന്തായാലും സുധീഷ് ഏട്ടൻ വിളിച്ചോളൂ, നിങ്ങൾ എന്തായാലും പോകുന്നൊക്കെ പറഞ്ഞാൽ ആ പിള്ളേരെ പറഞ്ഞൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് പറയുന്നുണ്ട് ഇതാ ഞാൻ ഏട്ടൻ്റെ അടുത്ത് അന്നേ പറഞ്ഞ ഇതൊരു പുലിവാല് പിടിച്ചൊരു സംഭവം, അപ്പോൾ ഏട്ടത്തിയാണെങ്കിൽ അങ്ങോട്ട് വാശി കയറ്റാൻ വേണ്ടി ചെയ്തതല്ലേ, ഇപ്പോൾ ആരാ കുടുങ്ങിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുധീഷ് പറയുന്നുണ്ട് നീ എന്നെ കൂടെ ടെൻഷൻ ആക്കാതെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാനൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു വഴി എന്ന് പറഞ്ഞാൽ സുധീഷ് ഏട്ടനാണെങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ചിട്ടാണെങ്കിൽ ഉള്ള കാര്യങ്ങളെല്ലാം സത്യാവസ്ഥകൾ പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇതിന് വേറൊരു പോംവഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹരീഷ് ആണെങ്കിൽ പോകുന്നുണ്ട്. നമ്മൾ സുധീഷ് ആണെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഭാസ്കറിൻ്റെ അടുത്താണെങ്കിൽ നിധി ചോദിക്കുന്നുണ്ട് പനി എങ്ങനെ ഉണ്ട് അച്ഛാ, മാറിയോ എന്നൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അപ്പം നിധി പറയുന്നത് ആ പനിയൊക്കെ ഇച്ചിരി ചൂടൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കള്ളു കുടിക്കാനൊന്നും നിൽക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട് നീ ഒരു ലോഡ് ഗുളിയല്ലേ തന്നെ, അപ്പോൾ അത് പേടിച്ച് പനി ഓടിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ സുഭാഷിനും ഒക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ നല്ല സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നിധി പറയുന്നുണ്ട് എന്തായാലും ഇന്നിപ്പോൾ പനി മാറിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും പുറത്തോട്ടൊന്നും പോകേണ്ട, ഇവിടെ തന്നെ മരുന്നും കഴിച്ചിട്ടൊക്കെ ഇവിടെ കിടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നല്ല ശരിക്കും വെള്ളമൊക്കെ കുടിക്കണം, മരുന്ന് കറക്റ്റ് സമയത്ത് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഭാസ്കരനാണെങ്കിൽ ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് അല്ല നീയല്ലേ പറഞ്ഞ വെള്ളമൊന്നും കുടിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിധി പറയുന്നത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സുധീഷ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിധി ചോദിക്കുന്നുണ്ട് അല്ല സുധീഷ് ഇന്ന് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനിന്ന് എവിടെയും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നിധി നികേഷിനെ കൂട്ടിയിട്ട് സ്കൂട്ടിയിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷിനെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഇറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഗായത്രി അവിടെ കാത്തിപ്പോണ്ട് കേട്ടോ. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് സുധീഷ് ഏട്ടൻ വന്നില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിധി ചോദിക്കുന്നുണ്ട് നിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ നീ അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അത് തിരക്കാനില്ല ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിധി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഗായത്രി ആണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് സുധീഷ് ഏട്ടൻ വരത്തില്ലെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നികേഷ് പറയുന്നുണ്ട് എനിക്കറിയത്തില്ലൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നികേഷ് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഏട്ടന് കിട്ട ഒരു പണി കൊടുത്തേ പറ്റത്തുള്ളൂ, ഞാനിന്ന് കോളേജിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഗായത്രി ചോദിക്കുന്നു എന്നാലും ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സുധീഷ് ഏട്ടനെ എവിടെ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ നികേഷ് പറയുന്നത് നിൻ്റെ കൂടെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഗായത്രി ചിന്തിക്കുന്നുണ്ട് ഇവൻ്റെ കൂടെ പോയാൽ ശരിയാവോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗായത്രിയും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷ് ആണെങ്കിൽ ഒന്ന് ഗേറ്റൊക്കെ ഭയങ്കര എൻട്രി ഒക്കെ ഇട്ട് ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നികേഷിൻ്റെ കൂടെ ഈ ഗായത്രി വരുന്ന കണ്ടിട്ട് നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവനിനി ഏത് പെണ്ണെ കൊണ്ടാ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാ ഏതാ പെണ്ണ്, അത് സുഭാഷ് ചേട്ടാ നമ്മളെ സുധീഷ് ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ നോക്കി നിൽക്കത്തില്ലേ ആ പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നികേഷ് എന്ന് കയറിയിട്ട് സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് സുധീഷ് ചേട്ടനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ അയാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുധീഷ് ചോദിക്കുന്നത് അത് ആരാടാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ ഗായത്രിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗായത്രിയെ കാണുന്ന സമയത്ത് നമ്മൾ സുധീഷാണെങ്കിൽ പേടിച്ച് ചാടിയൊക്കെ എഴുതിയിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ വിളിക്കുക വെക്കരുതെന്ന് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഗായത്രി ഇല്ല എൻ്റെ ആവശ്യമില്ല, ഇന്നലെ വൈകിട്ട് വരെ സുധീഷിന് ഒരു കുഴപ്പമില്ലായിരുന്നില്ല, ഇപ്പോൾ എന്താ സുധീഷ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്നെ എന്താ കാണാൻ കൊള്ളത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ഷോക്ക് ആവുന്നുണ്ട് ഈ പെൺകുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ സുധീഷ് ആണെങ്കിൽ പറയുന്നത് നീ ഒന്ന് വാ എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം, നമുക്ക് അങ്ങോട്ട് മാറിപ്പോയിന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നു നീ എവിടെയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സുഭാഷ് ചേട്ടൻ എനിക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷ് ആണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നത് നീ കോളേജിൽ പോകാമെന്ന് പറയുമ്പോൾ ഇല്ല ഏട്ടാ ഞാനിവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയണം, ഞാൻ എന്തായാലും ഇന്ന് പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നത് അവൻ എന്തെങ്കിലും ചെയ്യട്ടെ നീ മര്യാദയ്ക്ക് കോളേജിൽ പോകുമെന്ന് പറഞ്ഞ് നമ്മൾ നികേഷിനെ കോളേജിലൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ ചെന്നിട്ട് നോക്കുന്നുണ്ട് സുധീഷ് എന്തോ പറയുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ സുധീഷിൻ്റെ കല്യാണം കഴിച്ചതൊഴിച്ച്
ബാക്കി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഗായത്രി എന്നെ മനസ്സിലാക്കണം, ഞാൻ അങ്ങനെയല്ല ഗായത്രിയെ കണ്ടിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടന് ദേഷ്യം വന്നിട്ട് സുഭാഷ് ചേട്ടൻ ചെന്ന് പറയുന്നുണ്ട്, കുട്ടി അവൻ്റെ കല്യാണം കഴിഞ്ഞതാന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഉണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നമ്മൾ സുധീഷിനെ അടിക്കാൻ വേണ്ടിയൊക്കെ സുഭാഷ് ചേട്ടൻ കൈ ഊങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടൻ ഗായത്രി അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ ഗായത്രി പറഞ്ഞ് വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സുഭാഷ് ചേട്ടൻ്റെ ഒരു പേടിയുണ്ട്, നീ കൊച്ചാണെങ്കിൽ എന്തെങ്കിലും പോയി ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടി കൊണ്ടിട്ട് നമ്മളെ സുഭാഷ് ചേട്ടനാണെങ്കിൽ ഗായത്രിയുടെ പിറകെ പോയിട്ടാണെങ്കിൽ ഗായത്രി ഒരു ഓട്ടോയിലൊക്കെ കയറ്റിയാണെങ്കിൽ ഗായത്രിയെ വീട്ടിൽ കൊണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.